ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാംഗ്ലൂർ സ്റ്റൈൽ ചെമ്മീൻ ഗീ റോസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ കഴിച്ചത് പത്തലിൻ്റെ കൂടെയാണ്. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ല ചൂടായി വരുമ്പം അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് കടുക്, 1 സ്പൂണ് കൊത്തമ്പാരി, മല്ലിപൂൾ മല്ലിയാണ് കൊത്തമ്പാരി എന്നാണ് പറയല്. പിന്നെ 1 സ്പൂണ് ഉലുവയും വേണം. പിന്നെ ഒരു 10 കാശ്മീരി ചില്ലി, ജാഗരി, പുളി. ഇത്രയൊക്കെയാണ് ഐറ്റംസ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് പുളിയും ജാഗരി ഒഴികെ ബാക്കി എല്ലാ സ്പൈസസും റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സ്മെല്ല് വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ പുളിയും മുളകും ജാഗരിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് അരഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്രീം ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മസാലയ്ക്കുള്ള ഗ്രേവി റെഡിയായി. അതിനുശേഷം ഇതിലേക്ക് വേണ്ട ചെമ്മീൻ തയ്യാറാക്കലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം ഒരു 1/2 kg ചെമ്മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കൈവച്ച് തന്നെ തിരുമ്മി പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ മഞ്ഞളും നെയ്യൊക്കെ പിടിച്ച ചെമ്മീനെ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാനിലേക്ക് ഏകദേശം നല്ല വലിയ സ്പൂണ് 2 സ്പൂണ് നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് കുറച്ചധികം ആയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം കുറച്ചധികം നെയ്യ് തന്നെ എടുക്കലാണ് നല്ലത്. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നല്ല ചൂടായി വരുമ്പം അതിലേക്ക് ചെമ്മീനിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, പൊരിച്ചെടുക്കുക. എണ്ണയിലിട്ട് പൊരിച്ചെടുക്കില്ല, അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. നല്ല സ്മെല്ലാണ് നെയ്യിൽ ചെമ്മീൻ പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ചെമ്മീൻ 2 ഭാഗവും നെയ്യിൽ കിടന്നിട്ട് നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ ഇതാ അതേ നെയ്യിലേക്ക് നേരത്തെ അരച്ച ഗ്രേവി ഇല്ലേ അത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ മസാല നെയ്യിൽ കിടന്ന് നല്ല കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ, പിന്നെ ചെമ്മീൻ പൊരിക്കുമ്പം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചെമ്മീനല്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗ്ലൂർ സ്റ്റൈൽ ഗീ റോസ്റ്റ് ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.